മലപ്പുറത്ത് സ്വസ്ഥമായി വായു ശ്വസിച്ചും വെള്ളം കുടിച്ചും ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മലപ്പുറം ഒരു പ്രത്യേകതരം രാജ്യമാണ്. അത് ചിലരുടെ അധീനതയിലാണ്. അവരുടെ അടിമകളായി ജീവിക്കേണ്ടി വരുന്നവരാണ് ഈഴവർ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമുദായിക നേതാവും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പണ്ഡിതനുമായ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശമാണ്. ഈ ഇത്രയും വർഗീയമായ ഒരു പരാമർശമുണ്ടായതിനെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ന്യായീകരിക്കുന്നു. അതും വക്രീകരിച്ചതാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സത്യത്തിൽ വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തെയാണോ മുസ്ലിം ലീഗിനെയാണോ ലക്ഷ്യം വെച്ചത്? വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ മാത്രം കേന്ദ്രമല്ലല്ലോ മലപ്പുറം. ഒരിക്കലും അല്ല. മലപ്പുറത്തു നിന്നുള്ള MLA എടുത്ത് നോക്കുക. മലപ്പുറത്തു നിന്നുള്ള MLA എടുത്തു കഴിഞ്ഞാൽ KT ജലീൽ മുസ്ലിമാണ്, മുസ്ലിം ലീഗല്ല. PV അൻവർ MLA ആയിരുന്നു, മുസ്ലിമാണ്, മുസ്ലിം ലീഗല്ല. ആ മുസ്ലിം ലീഗ് അല്ലാത്ത ആൾക്കാർ അവിടുന്ന് ആരേടെ 3 മന്ത്രിയായിട്ടുണ്ട് ദീർഘകാലം. അദ്ദേഹം മുസ്ലിമാണ്, മുസ്ലിം ലീഗല്ല. അങ്ങനെ നിരവധി മനുഷ്യർ കടന്നു. മഞ്ഞളാംകുടിയാലി ഇപ്പോൾ ലീഗിൻ്റെ MLA ആണെങ്കിലും മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നു. 3 ടൈപ്പോ മറ്റോ 90 അദ്ദേഹം 2001-2006 അദ്ദേഹം പിന്നെ ലീഗിൻ്റെ CPM-ൻ്റെ സ്വതന്ത്രനായിരുന്നു. എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാരല്ല. എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാരല്ല. എല്ലാ മുസ്ലിം ലീഗുകാരും മുസ്ലിം ലീഗ് പോലും വർഗീയ പാർട്ടിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. മുസ്ലിം ലീഗിനകത്ത് AP ഉണ്ണികൃഷ്ണൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. UC രാമൻ മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്നു. UC രാമൻ അത് വെള്ളാപ്പള്ളി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഞാൻ MLA ആയത് മുസ്ലിം ലീഗിൽ നിന്നാണെന്ന് UC രാമന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. UC രാമൻ അതേപോലെ തന്നെ കഴിഞ്ഞ തവണ അവർ UC രാമൻ അവിടെ പിന്നെ സംവരണ സീറ്റ് ആയതുകൊണ്ട് UC രാമനെ നിർത്തി. അല്ലെങ്കിൽ AP ഉണ്ണികൃഷ്ണൻ സംവരണ പിന്നെ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നു എന്നുള്ളത് പറയാം. പക്ഷേ കഴിഞ്ഞ തവണ UC രാമനെ കോങ്ങാട് അവിടെ പാലക്കാട് ജില്ല അവിടെ കൊണ്ടിട്ടു. പക്ഷേ അവർ കുന്നമംഗലം ജനറൽ സീറ്റാണ്. PTR അയ്യൂബിനെതിരെ പിന്നെ മുസ്ലിം ലീഗ് നിർത്തിയത് ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെയാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നൊക്കെ പറയുന്ന അവിടെ പോട്ടെ. അത് ഈ SDPIക്കാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും സുഖം ചെയ്തു കൊടുക്കുന്നതിന് അവരും ഇവരും തുല്യമാണെന്ന് പറയുന്നതിനുമില്ല. മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് അവിടെ വലിയ വർഗീയതയൊന്നും ഇല്ലാതിരിക്കുന്നതെന്നുള്ള വിശ്വാസക്കാരനാണ്. കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് അതേപോലെ നിലനിർത്തുന്നതിനകത്ത് മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്കെന്താ വെച്ചാൽ ഈ മതം വർഗീയതയൊന്നുമില്ല. കാരണം കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള എന്താ കുറച്ചുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പൊതുവെ എല്ലാവരെയും പോലെ അവർക്കുണ്ട്. ആരും മോശമില്ലല്ലോ. ഇപ്പോൾ ഏത് രാഷ്ട്രീയക്കാരെ പൈസ ഉണ്ടാക്കാത്ത എല്ലാവരും കട്ടു നിന്നുകൊണ്ടിരിക്കുക. പണ്ട് മുസ്ലിം ലീഗിനായിരുന്നു അതിന് കൂടുതൽ താല്പര്യം. ഇപ്പം അതിനെ മുസ്ലിം ലീഗാണ് തങ്ങൾക്ക് ഭീഷണി എന്ന് CPM-ന് തോന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ തിന്നുന്നതിനേക്കാളും കൂടുതൽ ഉമ്മാർ തിന്നുന്നുണ്ടെന്നുള്ള പേടിയാണ്. മുന്നണി മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അതാലോചിച്ച് നോക്ക്. മുസ്ലിം ലീഗുമായിട്ട് അടവ് നയം 2000-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുമായിട്ട് അടവ് നയം ഉണ്ടാക്കിയത് ആരാ? പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പിന്നെ അഡ്വക്കേറ്റ് C ശ്രീധരൻ നായർ, നമ്മളെ പഴയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, മമ്മൂട്ടിയുടെ സീനിയറായിരുന്ന അദ്ദേഹം ആദ്യമായിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് ശ്രീധരൻ നായരെ കീഴില്ല. ശ്രീധരൻ വക്കീലിൻ്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് വഹാബിൻ്റെ വീട്ടിൽ പോയിട്ട് ചർച്ച നടത്തിയിട്ട് അടവുതയം ഉണ്ടാക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ഇവരെല്ലാവരും കൂടെ പോയിട്ട് അതൊരു കച്ചവട കൊള്ള സംഘം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു 10 വർഷം മുമ്പ് പറഞ്ഞു. കേരളത്തെ അന്ന് ഉള്ള ഒരാളിപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല, കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന ഒരു കോക്കസാണ് കേരളത്തെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായാലും VS മുഖ്യമന്ത്രിയായാലും പിണറായി മുഖ്യമന്ത്രിയായാലും ആര് മുഖ്യമന്ത്രിയായാലും ഇവർ 4 അംഗ കോക്കസാണ്. അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പിന്നെ മാണി ചത്തുപോയി, കോടിയേരി പിന്നെ ചത്തുപോയി എന്ന് ഞാൻ പറയുന്നില്ല, മരിച്ചുപോയി. പിന്നെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ഇഷ്ടം അദ്ദേഹത്തോടുണ്ട്. മാണി പിന്നെ ചത്തുപോയി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആ നാടിന് നല്ല ഗുണം ചെയ്തു എന്നുള്ള അഭിപ്രായം. കാരണം അയാൾ കുറച്ച് കാലം കൂടെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ മുടിപ്പിക്കായിരുന്നു. മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളിയും കളിച്ച ആളാണ് മാണി. കോഴമാണി എന്ന് തന്നെയുള്ള പേര് അനർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോയത്. അതല്ല വിഷയം. നമുക്ക് വെള്ളാപ്പള്ളിയിലേക്ക് തിരിച്ചു വരാം. വെള്ളാപ്പള്ളിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താ? ശുദ്ധമായിട്ടുള്ള ബന്ധമാണ്. ഇയാളെ പിന്നെ അമ്മാവൻ്റെ മകനെ കൊണ്ടു നടക്കുന്നത്. ഈ വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ള വൃത്തികേടുകൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നുള്ള നിയമം വന്ന സമയത്ത് അന്ന് വലിയ പ്രൊട്ടസ്റ്റ് നടന്നപ്പം അതിൻ്റെ ഭാഗമായിട്ട് നവോത്ഥാന മതിൽ കെട്ടാൻ CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമായിരുന്നു. തൊഴിലുറപ്പിന് പോകുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ തൊട്ട് തൊഴിലുറപ്പ് പണിയില്ല, അത് 230 രൂപയാണ് കിട്ടുന്നത്. അതിന് ആ പാവങ്ങളെ പേടിപ്പിച്ച് എല്ലാവരെയും കൊണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നവോത്ഥാന മതിൽ കെട്ടി. ഇതിൻ്റെ കോൺട്രാക്ട് ആർക്കാണ് കൊടുത്തത്? ഇതിൻ്റെ കോൺട്രാക്ടറായിരുന്നു വെള്ളാപ്പള്ളി നടേശനും പുരുള്ള ശ്രീകുമാറും. സ്ത്രീകളെ പിന്നെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ആൾക്കാരാണ്.
നവോത്ഥാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കാരണഭൂതന് അറിയുമോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. നവോത്ഥാനമാണോ അത്? പിന്നെ നവോത്ഥാനത്തിൻ്റെ വക്താവായിട്ട് നിൽക്കേണ്ട, അതിൻ്റെ പ്രതിബിംബമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാളുടെ വായിൽ നിന്ന് വരാൻ പറ്റുന്ന വർത്താനമാണോ ഇപ്പോൾ ഉള്ളത്? ഇത് ഇന്ന് തുടങ്ങിയാണോ? ഇപ്പോൾ തുടങ്ങിയാണെങ്കിൽ നമുക്ക് പറയാം അയാൾക്ക് പ്രായമായതുകൊണ്ട് ഈ ചന്നി പിടിക്കാതൊക്കെ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഈ സമനില തെറ്റിപ്പോവും. ഇയാൾ ഏകദേശം ഒരു 8-9 വർഷം മുമ്പാണ് നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് ഓടയിൽ വീണ അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെട്ടത്. വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, ഓട നിറഞ്ഞു കൊഞ്ഞു ഒഴുകുകയാണ്. ഓടയിലോട്ട് പിന്നെ ആൾക്കാർ വീണു, ഇവരൊഴിച്ചു പോവുക. ഇത് അന്യസംസ്ഥാനത്ത് ബംഗാളിയാണോ, ആസാമിയാണോ, മലയാളിയാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, ഒന്നും ഈ നൗഷാദിന് അറിയില്ല. നൗഷാദ് എടുത്തിയാടി ഓടയിലേക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കി. 1-2 പേരെ രക്ഷപ്പെടുത്തി. പക്ഷേ നൗഷാദ് വെള്ളത്തിൽ പോയി മരണപ്പെട്ടു. ആ നൗഷാദിനെയാണ് രക്തസാക്ഷി എന്ന് വിളിക്കേണ്ടത്. മുസ്ലിം മതവിശ്വാസപ്രകാരം ഷഹീദ് എന്ന് പറയുന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്, രക്തസാക്ഷി എന്നുള്ളത്. ഷഹീദ് നൗഷാദ് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളാണ് പോകുന്നത് എന്നുള്ള തോന്നലോട് കൂടിയിട്ട് എടുത്തിയാടി. അഴുക്ക് വെള്ളം, മനുഷ്യ വിസർജ്ജമുണ്ട്, പട്ടിയും പിന്നെ പൂച്ചയൊക്കെ മൂത്രമൊഴിച്ചുണ്ട്, എല്ലാം ഉണ്ട്, ഭക്ഷണ വേസ്റ്റുകളുണ്ട്. പുഴയിലോട്ടല്ല എടുത്തിയാടിയത്, കുളത്തിലേക്കല്ല എടുത്തിയാടിയത്, ശുദ്ധവെള്ളത്തിലല്ല എടുത്തിയാടിയത്. ഈ ഓടയിലേക്ക് എടുത്തിയായിട്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന് മരണപ്പെട്ടതാണ്. ആ നൗഷാദിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു, നൗഷാദിൻ്റെ കുടുംബത്തിന് സഹായധനം പ്രഖ്യാപിച്ചപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇയാൾ ഈ ഹെലികോപ്റ്ററിൽ പറയാറുന്നിട്ട് കുറച്ച് പരിപാടി നടത്തില്ല. BJP-ക്കാർ അതോട് കൂടിയിട്ട് പിന്നെ ഹെലികോപ്റ്റർ പരിപാടി നിർത്തി. ഇവന് പിന്നെ ഈ ഇയാൾ കാരണമാണ് ഇയാളെ മോനെ കേന്ദ്രമന്ത്രിസഭയിൽ എടുക്കാത്തതും രാജ്യസഭ MP സ്ഥാനം കൊടുക്കാത്തതും. കാരണം ഇയാൾ നാളെ വായ തുറന്ന് ഇയാൾ പിണറായിയുടെ ഏജൻ്റാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പം താനി വൃത്തികെട്ട വർഗീയതല്ലേ വിളിച്ചു പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ. ഏതോ ഒരുത്തൻ ചത്തുപോയല്ലോ നൗഷാദ്, ഒരു വളിച്ച ചിരിയും ചിരിച്ചിട്ട്. എങ്ങനെയാണ് പറയാൻ പറ്റുന്ന രോഹിത്തെ? നൗഷാദിൻ്റെ ഒപ്പം നിൽക്കാൻ ഞാൻ രോഹിത്ത് പോലും എത്തിയിട്ടില്ല. നമ്മളാണെങ്കിൽ പോലും നമ്മുടെ സേഫ്റ്റി നോക്കാതെ നമ്മൾ ഇറങ്ങില്ല. അതുമല്ല, ഓടയിലെ വെള്ളത്തിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി മടിക്കും. രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ വീണ് പോയാലും ഒരു വട്ടം നമ്മൾ മടിക്കും. കാരണം എന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഇറങ്ങാൻ നമുക്ക് ആ സമയത്ത് നമ്മളെ പിന്നെ മാനസിക ബോധത്തിനപ്പുറത്ത് അപ്പശുദ്ധിത്വമൊക്കെ ചിന്തിക്കുക. ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിപ്പോയിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു മഹാരക്തസാക്ഷിയാണ്. അതുകൊണ്ടാണ് ഈ ഷഹീദ് എന്നുള്ള വാക്ക് ഉത്തരവാദിത്വപൂർവ്വം ഇസ്ലാം മതവിശ്വാസപ്രകാരം ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നുള്ള അർത്ഥം. അതിനകത്ത് ആത്മീയതയുണ്ടാവും, അതിനകത്ത് മാനുഷികതയുണ്ട്, എല്ലാം ഉണ്ട്. ആ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആളാണ് ഷഹീദ് നൗഷാദ്. ആ നൗഷാദിനെ അപമാനിച്ച് ഇയാളെ സംസാരിച്ചപ്പോൾ തന്നെ ഇയാളെ മാറ്റി നിർത്തണ്ട. അതിന് ശേഷമാണ് പിന്നെ നവോത്ഥാനം മുതൽ കിട്ടാൻ വേണ്ടി ഈ പിന്നെ പരമനാറി കൊണ്ടുവന്നത്. അല്ല, എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? SNDP എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലിരിക്കുന്ന വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ അവിടെ. എവിടെയാ എൻ്റെ പൊന്ന് രോഹിത്തെ? രോഹിത്ത് കൊല്ലംകാരനാണല്ലോ. ഞാൻ മലപ്പുറത്താവുള്ളേ. എനിക്ക് SNDP-ക്കകത്തുള്ള പിന്നെ അവരുടെ ശാഖകളിലുള്ള ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട്. BJP-യുടെ അഭിമുഖമുള്ളവർ BJP അതിൻ്റെ ഭാഗമായിട്ടാണ് BJP ആവുന്നത്. അല്ല, എങ്കിലും ഒരു ഭാഗം വോട്ടുകളുണ്ട് ഇവർ. ഇയാൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകൾ ഒരു 10,000-ൽ താഴെ കേരളത്തിൽ ആകെയുള്ളതെന്ന് ഞാൻ പറയും. വെള്ളാപ്പള്ളി നടേശൻ പിന്നെ പണ്ട് കാന്തപുരം പറയുന്ന പോലെയാണ്. കാന്തപുരം പറയും നിലപാട് ഞങ്ങളിപ്പോൾ വ്യക്തമാക്കുന്നില്ല, പിന്നീട് പറയാം. ഇലക്ഷനിൽ ആരാണോ ജയിച്ചത് അവരുടെ ഞങ്ങളെ വോട്ട് അവർക്ക് കൊടുത്തതെന്ന് പറയും. ഇതേപോലെ തന്നെ ആ ഒരു വർത്താനം മാത്രമാണ് വെള്ളാപ്പള്ളിക്കാണ്. പിന്നെ ഈ എട്ടുകാലി കമ്മൂഞ്ചിനെ മാതിരി നമ്മളതാണ് എന്നുള്ളത് പറയുന്ന ഈ പാറുവിൻ്റെ ഗർഭം ഏറ്റെടുത്ത പോലെയുള്ള ചരിത്രമാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ SNDP യോഗത്തിൻ്റെ വോട്ട് ഇന്ന പാർട്ടിക്കെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കട്ടെ. ഇവൻ പരമനാറിയാന്നേ. പിണറായി വിജയൻ്റെ ഭാഷ കടമെടുത്തുകൊണ്ട് പറയുന്നത്. പിണറായി വിജയൻ പരനാറിയെന്ന് പറഞ്ഞുള്ളൂ. പിണറായി വിജയൻ തന്നെ പരമനാറി എന്നുള്ള അഭിപ്രായം എനിക്കുള്ള. കേസ് വന്നാൽ പോലും ഐ വിൽ മാനേജ് ഇറ്റ്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് ബിഷപ്പിനെ നികൃഷ്ടവി എന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ, NK പ്രേമയും തന്നെ പരനാറി എന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് ഡിക്ഷണറിക്ക് അത് വരുന്ന വാക്കാണ്. അതിനേക്കാൾ പ്രേമേന്ദ്രൻ പരനാറിയാണെങ്കിൽ ഇവൻ പരമനാറിയാ. അങ്ങനെയുള്ള മുഖ്യമന്ത്രി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളെയും കൊണ്ട് നടക്കുക, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ഒരു കേസ് പോലും എടുത്തിട്ടുമില്ല. അദ്ദേഹത്തെ മുഖ്യമന്ത്രി നേരിട്ട് SNDP-യുടെ വേദിയിൽ ചെന്ന് അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യാം. അതിന് പിന്നിൽ ചരിത്രപരമായിട്ടുള്ള വസ്തുതയുണ്ട്. 2006 VS മുഖ്യമന്ത്രിയാവും എന്ന ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെക്കുകയും VS-ന് സീറ്റ് നിശ്ചയിക്കപ്പെടുകയൊക്കെ ചെയ്ത് പിന്നെ രണ്ടാമത് സ്ഥാനാർത്ഥിയാവുകയൊക്കെ ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന നടത്തി. ഒരു ഈഴവ മുഖ്യമന്ത്രിയാണ് വരാൻ പോകുന്നത്. കാരണം അതിനു മുമ്പ് മാരാരാണ് കരുണാകരൻ, പിന്നെ അച്ചായനാണ് ആൻ്റണി, അങ്ങനെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. നായരാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈഴവ മുഖ്യമന്ത്രി വരുന്നു, അതുകൊണ്ട് അംഗീകരിക്കുന്നു. അത് നമ്മുടെ മറ്റേ ഇയാൾക്ക് ശേഷം ശങ്കരല്ലേ, അതാണ് നമ്മളെ പഴയ ശങ്കറിനൊക്കെ ശേഷം പിന്നെ വരുന്ന. അപ്പം VS ഒറ്റയടിക്ക് മറുപടി കൊടുത്ത് VS-ന് ആൾക്കാരെ കമ്മ്യൂണിസ്റ്റ് മുഖത്ത് നിന്നിട്ട് അളക്കുന്ന ആളാണ്. ഞാൻ മുഖ്യമന്ത്രി ആയാൽ ഈഴവ മുഖ്യമന്ത്രി ആവില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കുന്നതാണ്. വെള്ളാപ്പള്ളിയെ പിന്നെ അടുപ്പിച്ചിട്ടില്ല 7 അയൽവക്കത്ത്.
പിണറായി വിജയൻ എന്നും രാവിലെ ഇവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പിന്നെ ചായ കുടിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഫോൺ വഴി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ. വെള്ളാപ്പള്ളി പിണറായി വിജയനെതിരെ ഒരു അക്ഷരം പറയുക, പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്കെതിരെയും പറയില്ല. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല് അമ്മിക്കല്ലിൻ്റെ ചുവട്ടിലാണെങ്കിൽ അനങ്ങാൻ പറ്റില്ല എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്ത്. അതായത് അമ്മിക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആട്ടുകല്ലില്ലേ, ആട്ടുകല്ലിനകത്ത് ഒരു കുരങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിൻ്റെ വാല് വിട്ട് കഴിഞ്ഞാൽ അതിന് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം വലിച്ചവർ ഊരാൻ പറ്റത്തില്ല, അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ഇയാൾ ഈ കണ്ടോര അമ്മിയുടെ വീട്ടിൽ വാല് കൊണ്ടുപോയി വെച്ചതിൻ്റെ കുഴപ്പങ്ങൾ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധം വിശുദ്ധമല്ല എന്ന കാര്യത്തിൽ 100% തർക്കമില്ല. അവിശുദ്ധമാണ് എന്ന് നമ്മൾ പറയാത്തത് തൽക്കാലം പറയേണ്ടെന്ന് ചെയ്തിട്ട്, അവിശുദ്ധമാണെന്നുള്ള നാട്ടുകാർക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് പിണറായി വിജയനുമായിട്ടുള്ള ഈ ബന്ധവും പിണറായി വിജയൻ്റെ അടുത്ത് ഇത്ര ആക്സസ് കിട്ടുന്നു, പിണറായി വിജയൻ അയാളുടെ ഒരു എന്താ പറയുന്ന ഒരു ഭൃത്യനെ പോലെ നടക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കേരള രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളിക്ക് വേറെ ആരെങ്കിലും ഇങ്ങനെ വിലക്കെടുക്കാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിട്ട്, ആന്റണി ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി പിന്നെ ഇതിൻ്റെ സെക്രട്ടറി ആവുന്ന സമയത്ത് പിന്നെ 30 വർഷക്കാലമായി പോയ മുഖ്യമന്ത്രി മരിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന കാലത്ത് ഇവരാരും അംഗീകരിക്കാത്ത ഒരാളെ ഈ പിണറായി വിജയൻ കൊണ്ടുനടക്കുന്നു, പിണറായി വിജയൻ്റെ TV പെട്ട ആൾക്കാർ കൊണ്ടുനടക്കുന്നു. അതിനെ സജി ചെറിയാൻ പോയി, പിന്നെ മറ്റേ വാസവും പോയി. ഈ മന്ത്രിമാർക്ക് ഈ ഊളകൾക്ക് വേറെ പണിയില്ല എന്നുള്ളത് നാണമുണ്ടോ? ഇവർ ഇനിയിപ്പോൾ നാളെ പിന്നെ ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ത് കോൺട്രിബ്യൂഷനാണ് കേരളീയ സമൂഹത്തിന് നൽകുന്നത്? വേറൊന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം സംഘത്തെ നയിച്ചു, SNDP യോഗത്തെ. അത് വലിയ കാര്യമായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയായിട്ട് ഇരുന്നത്. അയാൾ ജനാധിപത്യവാദിയല്ല എന്നുള്ളതല്ലേ? ജനാധിപതിയാണ്. ഞാൻ മാറി, ഇനി വേറെ ആൾ വരട്ടെ. അയാളുടെ ഭാര്യ ഇതിൻ്റെ പിന്നെ കേന്ദ്ര കുണാണ്ടർ, മകനും ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്ത്. കുടുംബവാഴ്ചയിൽ നടക്കുന്ന കോൺഗ്രസിനകത്തുള്ള രാഹുൽ ഗാന്ധിയും പിന്നെ പപ്പുമോനും പ്രിയങ്കമോളും അമ്മയും കൂടെ നടത്തുന്ന പോലെയുള്ള പരിപാടിയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇതിനേക്കാൾ ഭേദമാണ് എൻ്റെ അഭിപ്രായം. പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞിട്ടുള്ളത്? മദ്യം പിന്നെ നിർമ്മിക്കരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഇയാൾ. പിന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള അതൊക്കെ പറഞ്ഞ ആൾ ഇയാൾക്ക് എത്ര ബാറുണ്ട്? ഇയാൾ ബാർ കോൺട്രാക്ടറല്ലേ, അബ്കാരി കോൺട്രാക്ടറല്ലേ, ബാർ ഉടമയല്ലേ? അപ്പോൾ ഇയാൾ പിന്നെ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച ഏതെങ്കിലും സാധനങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? 2, ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവ മനുഷ്യൻ എന്നാണ്. വെള്ളാപ്പള്ളിയോട് ചോദിച്ചാൽ ആ ഒരു ജാതി മതം, ഒരു ജാതി ദൈവം എന്ന് പറയും. അതാണ് ഇയാളുടെ അവസ്ഥ. ഇയാൾ ഒരു രീതിയിലും പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സ്ഥാപനത്തിന് തലപ്പത്തിരിക്കാൻ യോഗ്യനല്ല. പിന്നെ 30 വർഷം എന്നുള്ളതിലേക്കും തിരിച്ചു വരാം. 30 വർഷമായിട്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുന്നത് മഹത്തായ കാര്യമായിട്ട് പറയുന്ന പിണറായി വിജയനും അതേ അധികാരഭ്രമമുണ്ട്. അതുകൊണ്ടാണല്ലോ സെക്കൻഡ് ടൈമിലും അയാൾ മുഖ്യമന്ത്രി. എന്നാൽ മികച്ച 2ാം ടൈം കിട്ടാൻ പിന്നെ അവസരം ഒടുക്കി കൊടുത്ത രവീന്ദ്രനാഥിനെയും പ്രൊഫസർ C രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു. ജോസഫ് പണ്ടിച്ചേരിക്ക് ശേഷം EMS മന്ത്രിസഭയിലുണ്ടായിരുന്ന. അതിനുശേഷം പിന്നെ രവീന്ദ്രനാഥ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. എയ്ഡഡ് സ്കൂളുകളിലേക്ക് നല്ല നിലപാടിലേക്ക് എത്തിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ, ബാക്കിയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും ശൈലജ ടീച്ചർ നല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു, നല്ലൊരു മന്ത്രിയായിരുന്നു, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരിയാണ്, നല്ല സ്ത്രീയാണ്. അവർക്ക് സെക്കൻഡ് ടൈം ഇല്ല, ഇയാൾക്ക് മാത്രം സെക്കൻഡ് ടൈം. അപ്പം എന്താ വെച്ചാൽ കുറേ കാലം ഭരിക്കുന്നവരെല്ലാം മിടുക്കന്മാരായി. ഇയാളെങ്ങനെ വന്നതെന്നുള്ള അറിയില്ലേ? 2006 ഇയാൾ ആദ്യം മുഖ്യമന്ത്രി ആകുമ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഈ VSനെ 93ാം വയസ്സിൽ പ്രസംഗിപ്പിച്ചിട്ട് ഇയാൾ മുഖ്യമന്ത്രി ആവുന്നത്. അതായത് പിഡൽ കാസ്ട്രോ ആക്കി മൂളിക്കിരുത്തി. പിന്നെ ഇവർക്ക് കറിവേപ്പിലേക്ക് പുതിയൊരു പേരിട്ട് കൊടുത്തു, പിഡൽ കാസ്ട്രോ. ഇത് വേറൊന്നും കൂടെ ഉണ്ട്. ഈ തുഷാർ വെള്ളാപ്പള്ളി ഗണേശൻ ഈ മുസ്ലിങ്ങളെല്ലാം ഇരുന്ന് തെറി വിളിക്കുന്നുണ്ടല്ലോ. തുഷാർ വെള്ളാപ്പള്ളി സൗദി പോയിട്ട് ലോക്കായി, ജയിലിലായി. ഇവരെന്താണെന്ന് വെച്ചാൽ ഒരു വഞ്ചന കേസിലെ പ്രതിയായിരുന്നു. അതുകൊണ്ട് പിന്നെ കേസിനകത്ത് പിടിച്ചു. അവിടുന്ന് ഇന്റർപോളിൻ്റെ ബാക്കിയുള്ള രേഖകളൊക്കെ വെച്ചിട്ട് ഇവർ ലോക്ക് ചെയ്ത് നേരെ ജയിലിലാക്കി. 10 ലക്ഷം രൂപ കെട്ടി വെച്ചിട്ട് ഇറക്കിയത് യൂസഫലിയാണ്. യൂസഫലി 5 നേരം നിസ്കരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. യൂസഫലിക്ക് വേറെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വീക്ക്നെസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വേറെ വഴിക്ക് പോട്ടെ. യൂസഫലിയുടെ ഇന്തോനേഷ്യയിലെ പിന്നെ അതൊന്നും ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് എവിഡൻസ് കൊടുക്കണം, അല്ലെങ്കിൽ കേസ് വരും. അതുകൊണ്ട് ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് വെർബലി കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോക്യുമെൻറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം യൂസഫലി തുഷാർ വെള്ളാപ്പള്ളി ഇറക്കിയത് അന്നെങ്കിൽ ഈ വൃത്തികെട്ടോ കാണിക്കണ്ടേ എന്നുള്ള അഭിപ്രായമാണ്. യൂസഫലി ആരാ? SNDP യോഗത്തിൻ്റെ ആരെങ്കിലും ആണോ? ഈഴവനാണോ? ഹിന്ദു ആണോ? അല്ലല്ലോ. അപ്പോൾ ഈ കാക്കാമാരോട് നന്ദിയെങ്കിലും കാണിക്കണേ വൃത്തി. അല്ല, ഈ മലപ്പുറത്ത് അവിടുത്തെ ഈഴവ സമുദായങ്ങൾക്കോ നായർ സമുദായങ്ങൾക്കോ ഒരു സമുദായങ്ങൾക്കും യാതൊരു വിധമായ ബുദ്ധിമുട്ടും വലിയ രീതിയിൽ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സുരേന്ദ്രന്റെ നാവും വെള്ളാപ്പള്ളി നടേശന്റെ നാവും ഏകദേശം ഒരുപോലെയാണ് ചലിച്ചത്. നോ,
ഫാർ ബെറ്റർ ദാൻ വെള്ളാപ്പള്ളി. സുരേന്ദ്രൻ്റെ നാവ് കുറച്ചുകൂടെ മെച്ചമുള്ളതാണ്. വ്യക്തിപരമായിട്ട് സുരേന്ദ്രനുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധം എനിക്കുണ്ടെന്നുള്ളത് പിന്നെ രോഹിത്തിന് അറിയാലോ. സുരേന്ദ്രൻ ഈ വൃത്തിയിട്ട വർഗീയതെന്ന് അങ്ങനെ രാഷ്ട്രീയ പാർട്ടി നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലടത്ത് പറയേണ്ടി വരും. അതിൽ ഹിന്ദു പിന്നെ ഹൈന്ദവ സമുദായത്തിൻ്റെ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി എന്ന ലേബൽ ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയേണ്ടി വരുമായിരിക്കും. അതൊരു ഗിമ്മിക്സാണ്. അതിനപ്പുറത്ത് അങ്ങനെ ഒരു വിഷം നിറഞ്ഞ മനസ്സിനുടമയൊന്നാണ് സുരേന്ദ്രൻ. ഞാൻ മനസ്സിനെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് നാവിനെ. ആ സുരേന്ദ്രനെ വിമർശിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയാണ്. അവരുടെ വേദിയിൽ ചെന്നിരുന്നുകൊണ്ട് അയാളെ പാടിപ്പോഴ്ത്തി അദ്ദേഹം പോലും പറയാത്തൊരു നായകനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് പിന്നിലുള്ള കാരണമുണ്ട്. ഇവർക്ക് മനസ്സിലായി CPM-നെ സംബന്ധിച്ചിടത്തോളം 2026 തേർഡ് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആണ് അവർ വിശ്വാസം അർപ്പിച്ചത്. പക്ഷേ അവർ ഇഷ്യൂ ബേസിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുള്ളവർക്ക് ബോധ്യമായി. ഇവരിപ്പോൾ നോക്കുന്നത് ഇവരുടെ കയ്യിലുള്ള വോട്ട് ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു വശത്ത് UDF-ലേക്ക് ഒഴുകി പോകുന്നു, മറുവശത്ത് BJP-യിലേക്ക് പോകുന്നു. BJP-യിലേക്ക് വോട്ട് പോയത് തൃശ്ശൂർ ഒഴിച്ചിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും BJP-യിലേക്ക് വോട്ട് പോയത് ഇടതുപക്ഷത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ആലത്തൂർ മാത്രമേ പോകാതിരുന്നത് അത് രമ്യ ഹരിദാസിനോടുള്ള പ്രതിഷേധം കൊണ്ടാണ്. പേഴ്സണലാണത്. രാധാകൃഷ്ണൻ നല്ല ഇമേജുള്ള മനുഷ്യനായിരുന്നു, നല്ല കമ്മ്യൂണിസ്റ്റായിരുന്നു, നല്ല രാഷ്ട്രീയക്കാരൻ, നല്ല മനുഷ്യനാണ്. അതേസമയം ധർമ്മടത്ത് പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലത്തിനകത്ത് 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചെടുത്ത് 2000 വോട്ടാ. മട്ടന്നൂര്, ബാക്കിയുള്ള സ്ഥലങ്ങൾ, കണ്ണൂരിൽ കേസുകാരൻ കിട്ടിയ ലീഡാ, വമ്പൻ ലീഡിലേക്ക് പോയി. അപ്പോൾ എന്ന് വെച്ചാൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു കണ്ടപ്പോൾ ഇവർക്ക് ഇനി ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഒന്ന് പ്ലീസ് ചെയ്യണം. ആ പ്രീണനത്തിൻ്റെ മാർഗമായിട്ടാണ് ഇവരിത് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്നും ഹിന്ദുക്കൾ പിന്നെ മതം തിന്ന് ജീവിക്കുന്നവരല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് മതവും വർഗീയതയും പറഞ്ഞ കേൾക്കും. അല്ല, ഹിന്ദുക്കൾക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ. ശബരിമലയിൽ നവോത്ഥാനം അതിലൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണ്ണൂർ പറഞ്ഞപ്പോൾ ആലപ്പുഴയിൽ BJP-യുടെ മുന്നേറ്റം നമ്മൾ കാണാതെ പോകുന്നത്, ശോഭാ സുരേന്ദ്രൻ വാങ്ങിയ വോട്ടുകൾ നമുക്ക് കാണാതെ പോകരുത്. അവിടെ KC വേണുഗോപാൽ സ്ഥാനാർത്ഥി ആയിട്ടില്ലായിരുന്നെങ്കിൽ BJP ജയിച്ചു പോകുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോഴത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുംഭകർണൻ പണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചത്, നേരത്തെ നമ്മൾ സാന്ദർഭികമായിട്ട് സംസാരിച്ചപ്പോൾ കുംഭകർണൻ്റെ കഥ പറഞ്ഞത്, കുംഭകർണൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കാൻ കരുതിയത് നിദ്രാധീനത്വം വേണം, ഉറക്കത്തെ മറികടക്കാൻ കഴിയണം, ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കണം, രാത്രിയും പോലും ആക്റ്റീവായിട്ടിരിക്കണം. ഇദ്ദേഹം നിദ്രയ്ക്ക് അടിമയാവണം എന്നാണ് സരസ്വതി ദേവി നാക്കി കയറിയിട്ട് ടങ് സ്ലിപ്പ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും അത് ഭയങ്കര രസകരമായിട്ടുള്ള ഐതിഹ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച വരം തെറ്റിപ്പോയി. എനിക്ക് ഉറങ്ങണമെന്നായി. അവസാനം പിന്നെ അതിനകത്ത് ഈ നമ്മൾ ഹർജി ബാക്കിയുള്ള മേൽക്കോടതിയിൽ കൊടുക്കുന്ന പോലെ വീണ്ടും ഹർജി കൊടുത്തപ്പോഴാണ് അത് 6 മാസമായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയാണ് 6 മാസം കണ്ടിന്യൂസ് ഉറങ്ങി 6 മാസം ഓണമെന്നിരിക്കുകയും ചെയ്യുന്നത്. പിണറായി വിജയൻ സറണ്ടർ ചെയ്ത് അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അയാൾ വെള്ളാപ്പള്ളി ഗണേശൻ്റെ സ്വന്തം വ്യക്തിത്വം വെക്കുന്നു, രവിപിള്ളയ്ക്ക് വെക്കുന്നു, യൂസഫലിക്ക് വെക്കുന്നു. പിണറായി വിജയൻ എന്ത് അസ്തിത്വമുള്ളത്, എന്ത് ഐഡൻറ്റിറ്റി ഉണ്ട്? ഒരു 3-3.5 വർഷക്കാലം ഞെളിഞ്ഞ് നടക്കാം. ഇലക്ഷൻ എടുക്കുന്ന 1.5 വർഷക്കാലം നാണം കെട്ടും പണം നേടുകൾ, നാണക്കേടാ പണം മാറ്റിടും എന്ന് പറയുന്ന പോലെ നാണം കെട്ടും വോട്ട് നേടുകൾ, നാണക്കേടാ വോട്ടുകൾ മാറ്റിടും, അധികാരം മാറ്റിടും എന്നൊരു ലൈനായിരിക്കും അദ്ദേഹം പിടിക്കുന്നത്. അല്ല, എന്തായിരുന്നാലും പിന്നെ അവസാനത്തെ ഒടുക്കത്തെ ഭരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടുംവെട്ടാണ് വെട്ടുന്നത്. പക്ഷേ കോൺഗ്രസ് അതൊരു അടുത്തൊരു കണ്ടന്റായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എങ്ങനെ കോൺഗ്രസിന് ഇടതുപക്ഷ സർക്കാരിനെ മറിക്കാൻ സാധിക്കും? 99-41 എന്ന് പറയുന്നത് അത് അടുത്തൊരു വീഡിയോയിൽ തന്നെ സാധിക്കില്ല എന്ന പിന്നെ വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്.